നമ്മൾ പറയുന്നത് മതബോധമോ മതചിന്തയോ അല്ല, നമ്മൾ പറയുന്നത് വർഗീയതയാണ്, വർഗീയതയെക്കുറിച്ചാണ്. അതായത് മറ്റൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ജാതിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുക, അതല്ലെങ്കിൽ ആ ജാതി അല്ലെങ്കിൽ ആ സമുദായം മോശമാണെന്ന് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അതിലെ ആളുകൾ പ്രശ്നക്കാരാണെന്ന് പറയുക, അങ്ങനെ ഒരു വിദ്വേഷ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്കിപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് ബുക്കിനകത്ത് എല്ലാവർക്കും എഴുതി വെച്ചിട്ടില്ലേ ജാതി എന്താണെന്നുള്ളത്. ജാതി മതമൊക്കെ നമുക്ക് സന്ദീപ് പറഞ്ഞ പോലെ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിൽ. അതേസമയം അതൊക്കെ ഒരു ചൂഷണത്തിന് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ഈ മതം എന്ന് പറയുന്ന സാധനം, അതായത് അന്യമതസ്ഥരെ അവരുടെ നന്മ എന്താണ്, അല്ലെങ്കിൽ അവരെ എങ്ങനെ അവരോട് നമുക്ക് എങ്ങനെ വെറുപ്പുണ്ടാക്കാം എന്ന് വളരെ സ്ട്രക്ചറലായിട്ട് കാലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ ഒരു അവസ്ഥയിലെത്തിയതാണ്. സന്ദീപ് പറഞ്ഞതുപോലെ ഒരു ഷബാനോ കേസിൽ ഉണ്ടായതല്ല. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും പച്ചനെ കത്തിച്ചു. തൊട്ടടുത്ത ദശാബ്ദത്തിൽ കാന്ധമാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വാമി ലക്ഷ്മണാനന്ദ, അദ്ദേഹം 80 വയസ്സുള്ളൊരു സ്വാമി, ആ സ്വാമിയുടെ കൂടെ ഉള്ള അംഗരക്ഷകൻ ഒരു രാത്രി കാണുന്നില്ല. പിറ്റേന്ന് സ്വാമി മരിച്ചതായി കണ്ടു. ഈ സ്വാമിയുടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് 48 മണിക്കൂർ നീണ്ട ശവമഞ്ച ഘോഷയാത്ര നടത്തി. ആ ഘോഷയാത്ര നടത്തിയപ്പോൾ ഉടനീളം പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് കൊന്നതെന്നാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? 395ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചു. കുരിശ് കാണുന്ന ഇടങ്ങളിൽ മുഴുവൻ കയറി ആക്രമിക്കുന്നു, വലിയ കലാപം ഉണ്ടാക്കുന്നു. ആ കലാപം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആ കലാപം നീണ്ട് 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് 56,000 പേർക്ക് കുടുംബം നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മളെ തൊട്ടടുത്ത്, നിങ്ങളിങ്ങനെ ആലോചിക്കൂ, ഒരു ദശാബ്ദത്തിൽ അതുണ്ടായപ്പോൾ ഈ മനുഷ്യരുടെ മുഴുവൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അതായത് ഹിന്ദുമതം മനസ്സിൽ സ്വീകരിച്ചവൻ്റെ മുഴുവൻ ഉള്ളിൽ നിൽക്കുകയാണ്. ക്രിസ്ത്യാനി 80 വയസ്സായ ഒരു പാവപ്പെട്ട ലക്ഷ്മണാനന്ദയെ കൊന്നുകളഞ്ഞല്ല, എന്ത് വൃത്തികെട്ടവന്മാരാണ് അവർ. തൊട്ടടുത്ത ദശാബ്ദത്തിൽ മണിപ്പൂർ സംഭവം ഉണ്ടാവുകയാണ്, സമാനമായൊരു സംഭവം. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാത്തിനും ഒരു സമാന സ്വഭാവമുണ്ട്. എന്താണ് സമാന സ്വഭാവം എന്നറിയാമോ? ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം. കാന്ധമാലിൽ വെച്ച് ഒരു കന്യാസ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് ശേഷം പരേഡ് നടത്തി, നഗ്നയായി പരേഡ് നടത്തി. ഇതേ സംഭവം നമ്മൾ മണിപ്പൂരിൽ കണ്ടു. മണിപ്പൂരിൽ ഇതേ സംഭവം കാണുക മാത്രമല്ല, ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് 350ഓളം ദേവാലയങ്ങൾ അടിച്ച് തകർക്കപ്പെട്ടു. 24 മണിക്കൂർ. ചിന്തിക്കാൻ പറ്റില്ല എത്രമാത്രം ക്രിമിനൽ ഓർഗനൈസേഷൻ അതിൻ്റെ പുറകിലുണ്ടാവണം. ഞാൻ പറഞ്ഞു, ഇതൊന്നും സ്വാഭാവികമായി വളരെ പെട്ടെന്ന് പൊട്ടിപ്പിടർന്നൊരു സാധനമാണെന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ദശാബ്ദത്തിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാക്കുകയും തൊട്ടുപുറകെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും അതൊന്ന് തണുത്തു വരുമ്പോൾ വീണ്ടും ഒരു വലിയ സംഭവം ഉണ്ടാക്കുകയും അങ്ങനെ ചെയ്ത് വർഗീയതയാണ്, അത് പറയാതെ, അത് പറഞ്ഞാലേ വോട്ട് കിട്ടൂ, അത് ചെയ്താലേ വോട്ട് കിട്ടൂ എന്നൊരവസ്ഥയിലേക്ക് സാമാന്യവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ളത് വലിയൊരു അപകടമായ ഒരു അവസ്ഥയാണ്. അത് പറയാതിരിക്കാനാവാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് സ്ട്രക്ചറലായി ഉണ്ടായതാണ്. ഇതുണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറച്ച് നാളുകൾക്ക് മുമ്പ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അവരെഴുതി ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനെ കുറിച്ച് വളരെ മ്ലേച്ഛമായി അവരെഴുതി. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെയല്ലേ ഇത് വലിയ പ്രശ്നമല്ലല്ലോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം അവരെഴുതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ കത്തോലിക്ക സഭയാണ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതി. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇതിന് ഓർത്തില്ലല്ലേ. ഈ ക്രിസ്മസിന് കേരളത്തിൽ കരോള് നടത്തിയ പലരും ആക്രമിക്കപ്പെട്ടു, പലയിടത്തും പ്രതിസന്ധികളുണ്ടായി. നമ്മൾ വളരെ നിസ്സാരമായിട്ടിരുന്നു. നോർത്തിൽ ആക്രമിക്കപ്പെടുന്ന മുഴുവൻ മലയാളികളായ വൈദികരാണ്. മലയാളികളെ ഞാൻ പറഞ്ഞു ഉണ്ടാകാം, ഇടപെട്ടോളൂ. ഞാൻ പറയാം, മനോഹരമായ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ലക്ഷ്മണാനന്ദ എന്ന് പറയുന്ന അംഗരക്ഷകരെ കാണാതെ പിറ്റേ അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. സുഹൃത്തെ അവിടെ നിൽക്കൂ സുഹൃത്തെ, നിങ്ങൾ അതിന്റെ ടൈം ലൈനൂടെ പറയൂ. ലക്ഷ്മണാനന്ദ സരസ്വതി 2008 കൊല്ലപ്പെടുന്നു.
അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 അംഗരക്ഷകരെ AK-47 റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു. 4 പെൺകുട്ടികളെ കൊന്നു. 2009 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെടുന്നു. ഇത് ഇദ്ദേഹം പറഞ്ഞ കേട്ടാ എന്തോ വിചാരിക്കുന്നത് എന്താ? ആദ്യം ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നു, പിന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തെ ഇവിടെ വന്നിരുന്നിട്ട് വർഗീയത ആളിക്ക് കത്തിക്കരുത്. കേരളത്തിൽ വന്നിരുന്നത് 2008 ലക്ഷ്മണാനന്ദ കൊല്ലപ്പെടുന്നു, 2009 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലം. എന്താ അത് പറയാത്ത എന്താ? ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ട 2008 2009 ഗ്രഹാം സ്റ്റെയിൻസ്. രണ്ടായാലും കൊലപാതകമാണെന്ന് പറയാതെ സെലക്റ്റീവായിട്ട് പറയുന്നത് ആ മതേതരത്വം മടക്കി 4 കൈവച്ചാൽ മതി. ആര് മരിച്ചാലും അപലപിക്കണം മിസ്റ്റർ. ആര് മരിച്ചാലും അപലപിക്കണം. താങ്കൾ ഇവിടെ കരോള ആക്രമിച്ചെന്ന് പറഞ്ഞല്ലോ. ചങ്ങനാശ്ശേരി കുറിച്ചിയിൽ DYFIക്കാര് ഒരു രാത്രി മുഴുവൻ കരോൾ സംഘത്തെ അടിച്ച് അതിനകത്തിട്ട് കുറിച്ചിയിലെ സജീവോത്തമപുരം എന്ന് പറയുന്ന പട്ടികജാതി കോളനി, SK എന്നറിയാവുന്ന കോളനി പൂട്ടിയിട്ടു, മർദ്ദിച്ചു. ഇദ്ദേഹം കണ്ടില്ലായിരുന്നോ? ഞാൻ വരുന്ന മാവേലിക്കരയിൽ നിന്നാണ്. ചാരിമൂട്ടിൽ ഈ ക്രിസ്മസിന് DYFIക്കാര് ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിച്ചു. അപ്പോ അക്രമം എവിടെയും ഉണ്ടാവും സുഹൃത്തെ. അതൊന്നും മുഴുവൻ RSSന്റെ തലയിലോട്ട് കെട്ടിവെച്ചിട്ട് മതേതരവാദി ഒന്നും ചമയണ്ട. ഞങ്ങൾക്ക് ആ പട്ടം വേണ്ട. സന്ദീപ് പറഞ്ഞാണ് ശരി, ഞങ്ങൾക്ക് ആ പട്ടം വേണ്ടെന്ന്. മതേതരവാദി എന്നൊരു പട്ടം വേണ്ടെന്ന് പറഞ്ഞത് സത്യം മതിയെന്ന്. രാജപട്ടം വേണ്ട, നിങ്ങൾ എടുത്തോളൂ. രാജപട്ടം നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വ്യാജപട്ടം വേണ്ട. അങ്ങനെ ചാപ്പ വേണ്ടെന്നാ പറഞ്ഞു. ആ ചാപ്പ ഞങ്ങൾക്ക് വേണ്ടത് 2008 2009 ക്ലിയർ ചെയ്തിട്ട് പോകൂ. ഇത് വത്തിക്കാൻ ന്യൂസാണ്. വത്തിക്കാൻ ന്യൂസ് അല്ല, ഇന്ത്യൻ ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്. വത്തിക്കാൻ ന്യൂസ് മാത്രമല്ല, ഇന്ത്യൻ ന്യൂസിനെ പറ്റി പറയും. ഇതാണ് കുഴപ്പം. വത്തിക്കാനും പലതും വലിച്ചടിച്ചു വരുന്നത്. ഇതെന്താ കുഴപ്പമെന്ന് അറിയാമോ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു കയറും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു കയറും. എന്തിനാ ചൊരിഞ്ഞു കയറണത്? ഇപ്പൊ മതം പറഞ്ഞ് ആക്രമിക്കാൻ ഞാൻ എന്തിനാണ് അങ്ങനെ ചൊറിഞ്ഞു കയറണത്? ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടപ്പോ താങ്കൾക്ക് എന്തോ ഒരു യാദൃശ്ചികമായ സംഭവം താങ്കൾ ഉപയോഗിച്ച വാക്ക്. ഞാൻ യാദൃശ്ചികമായ സംഭവമല്ല. ഞാൻ റിവൈൻഡ് ചെയ്ത് കാണിക്കൂ. എന്താ പറഞ്ഞത്? കൂട്ടത്തിലുണ്ടായിരുന്ന അംഗരക്ഷകരെ കാണാനില്ല, അവര് പിന്മാറി. പിറ്റേന്ന് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ആഹാ, എന്തൊരു ലളിതമായ നിസാരവൽക്കരണം. അതങ്ങ് മടക്കി വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കഥയൊന്നും ഇവിടെ മെനയണ്ട. നിങ്ങൾ ഇവിടെയും വേണ്ട. സന്ദീപ് ആ കഥ ഇവിടെയും വേണ്ട. ഞാൻ പറഞ്ഞത് കേസ് ഡയറി പരിശോധിക്കൂ. കേസ് ഡയറിയിൽ എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയൂ. നിങ്ങൾ നിങ്ങളെ കേൾക്കുന്ന കഥയൊക്കെ വിടൂ. There is a case diary. ആ കേസ് ഡയറി പരിശോധിക്കും. ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെടുന്നത് 1999 ഞാൻ അതല്ല 2009 ഇദ്ദേഹം പറയുന്നത്. ചെയ്യപ്പെടുന്നത് കത്തിക്കുന്ന 1999 ജൂൺ 23 ഒരു ദശാബ്ദത്തിൽ ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടു. അടുത്ത ദശാബ്ദത്തിൽ രണ്ടും കൊലപാതകമാണ് പറയാത്തത്. ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടതിനെ പറ്റി അത് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. അത് ഇവിടെ സന്ദീപ് പറഞ്ഞപ്പോ 2008 ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടു, 2009 അതിന് പകരമായി ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലുള്ള സംസാരം. ഗ്രഹാം സ്റ്റെയിൻസിനെ ശരിക്കും കൊല ചെയ്യപ്പെടുന്നത് 1999 അതിന് പകരമായി നടക്കേണ്ടത്. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ മനുഷ്യനെ കൊന്നുപോരായാലും ഒരേ കൊലപാതകം തന്നെയാണ്. ആരുടെ കേസ് ഡയറി? ഞങ്ങളുടെ കേസ് ഡയറി. ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ മതത്തിന്റെ പേരിൽ വ്യാപകമായി ആക്രമിക്കുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, അവർ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. കേരളത്തിലല്ലേ? ഞങ്ങൾ ഇന്ത്യയിൽ എന്നാ പറഞ്ഞത്. ഇന്ത്യയിൽ ഒന്നാകെ അതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.